തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യം. NREG വർക്കേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ നടന്നു. തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്ന് NRG വർക്കേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്ന കൺവെൻഷൻ CPIM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. അസ്വസ്ഥതയുമെല്ലാം സൃഷ്ടിച്ചെടുത്ത് തൊഴിലാളിയെ പരസ്പരം തമ്മിൽ തല്ലിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് ജാതിയുടെ, മതത്തിന്റെ, ഭാഷയുടെ പേരിൽ. അത് തൊഴിലാളി വർഗ പോരാട്ടത്തിന്റെ കരുത്തു കുറക്കാനാണ്, തൊഴിലാളി വർഗ മുന്നേറ്റത്തിന്റെ ശക്തി ക്ഷയിപ്പിക്കാനാണ്. അത് സാമ്പത്തികമായിട്ടോ ഇപ്പൊ അവിടെ സംസ്ഥാനങ്ങളിൽ ഇപ്പൊ ഈ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തത് 3210,75,00,000 രൂപയാണ്, 76 ലക്ഷം രൂപയാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് നൽകി. ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും മാതൃകാപരമായ രീതിയിൽ, ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും നന്നായി പദ്ധതി നിർവഹണം നടത്തുന്ന സർക്കാർ അല്ലെങ്കിൽ പദ്ധതി നിർവഹണം നടത്തുന്ന സംസ്ഥാനം എന്ന ഖ്യാതി നേടിയിട്ടുള്ള ഈ കൊച്ചു കേരളം, ആ കേരളത്തിന് അർഹമായ വിഹിതം പോലും നൽകാതെ ഉത്തർപ്രദേശിന് 3210,76 ലക്ഷം രൂപ നൽകിയപ്പോ നമ്മുടെ കേരളത്തിന് അനുവദിച്ചത് വെറും 925,35 ലക്ഷം. 925,35 ലക്ഷം. അപ്പൊ ഇവിടെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള വിവേചനം, അവഗണന, നിഷേധാത്മകമായ നിലപാട്, ഇതെല്ലാം വളരെ പ്രകടമാവുകയാണ്. സംസ്ഥാന സർക്കാരിനോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന ഒരു പൊതു സ്വഭാവത്തിന്റെ സാക്ഷ്യപത്രം കൂടിയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കേരളത്തെ കഴിഞ്ഞ 10 കൊല്ലക്കാലം വികസന ക്ഷേമ പദ്ധതികളിലൂടെ കേരളം കുതിച്ചുയർന്നപ്പോ തെരഞ്ഞെടുപ്പിന് ഇടതുപക്ഷം തോറ്റോ ഇല്ലെന്നുള്ള വേറെ കാര്യം. ഒരു തെരഞ്ഞെടുപ്പിന് മാത്രം മുൻനിർത്തി രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തെ വിലയിരുന്നവരല്ല വന്നത്. പുതിയ നിയമം പ്രതീക്ഷാ വെല്ലുവിളികളും എന്ന വിഷയത്തിൽ യൂണിയൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം TMA കരീം ക്ലാസ് എടുത്തു. ജില്ലാ പ്രസിഡന്റ് P ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ പാറക്കോൽ രാജൻ, KV ദാമോദരൻ, AV രമണി, KV ബിന്ദു, PA രാജൻ, ജയകുമാരി, PP സുകുമാരൻ, K സന്തോഷ് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ഗൗരി പനയാൽ സ്വാഗതവും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.